നാട്ടുവൈദ്യൻ ഷാബാസ് ഷെറീഫ് വധക്കേസിൽ ഒന്നാം പ്രതി ഷൈബിന് 11 വർഷം തടവ് 11 വർഷവും 9 മാസവും തടവ് വിധിച്ചിരിക്കുന്നു. 2,10,000 രൂപ പിഴ വിധിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ മറ്റൊരു പ്രതിയായ ഷിഹാബുദ്ദീന് 6 വർഷവും 9 മാസവും 15,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചിരിക്കുന്നു. മറ്റൊരു പ്രതി നിഷാദിന് 3 വർഷവും 9 മാസവും തടവ് 15,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചിരിക്കുകയാണ് ഇപ്പോൾ കോടതി. ആ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് കൂടിയായിരുന്നു. അതായത് മൃതദേഹ അവശിഷ്ടങ്ങൾ പോലും ലഭ്യമാകാത്തൊരു കേസ്. ശാസ്ത്രീയ തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ആ കേസ് കോടതിയിലേക്ക് എത്തുന്നതും 3 പ്രതികൾ കുറ്റക്കാരാണെന്ന് തെളിയുന്നതും. വിവരങ്ങളുമായി സ്വാലിഹ് ചേരുകയാണ്. സ്വാലി, ഒന്നാം പ്രതി ഷൈബിന് 11 വർഷം 9 മാസം തടവ് 2,10,000 രൂപ പിഴ, മറ്റു പ്രതികളുടെ ശിക്ഷാവിധി കോടതി പറഞ്ഞതെന്താണ് സമഗ്രമായി? മനു, 13 പേർ വിചാരണ നേരിട്ടതിൽ 10 പേരെയാണ് കോടതി വെറുതെ വിട്ടിരുന്നത്. 3 പേരെ ശിക്ഷിച്ചു. അതിൽ ഒന്നാം പ്രതി ഷൈബിൻ അഷ്റഫിന് 11 വർഷം തടവും 11 വർഷവും 9 മാസവും തടവ് ശിക്ഷയാണ്. അതോടൊപ്പം തന്നെ 2,10,000 രൂപ പിഴയും നൽകേണ്ടി വരും. രണ്ടാം പ്രതിയായ ഷിഹാബുദ്ദീൻ 6 വർഷവും 9 മാസവുമാണ് ശിക്ഷ. 15,000 രൂപയാണ് പിഴ നൽകേണ്ടത്. ആറാം പ്രതി നിഷാദിന് 3 വർഷവും 9 മാസവും 15,000 രൂപ പിഴയുമാണ് ഇയാൾക്കും ചുമത്തിയിട്ടുള്ളത്, കോടതി ശിക്ഷിച്ചിട്ടുള്ളത്. ഇതിൽ ഓരോ കേസുകളുടെയും ശിക്ഷാ കാലാവധി ഷൈബിന് തട്ടിക്കൊണ്ടുപോകലിന് 3 വർഷവും തടങ്കലിൽ പാർപ്പിച്ചതിന് 3 വർഷവുമാണ് ശിക്ഷ. ഇതെല്ലാം വെവ്വേറെ തന്നെയാണ് ശിക്ഷാ കാലാവധി അനുഭവിക്കേണ്ടത്. അങ്ങനെയാണ് 11 വർഷവും 9 മാസവും തടവിൽ കഴിയേണ്ടത്. ഈ കേസിലെ ഒരു പ്രത്യേകത, മൃതദേഹമോ അല്ലെങ്കിൽ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളോ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല എന്നാണ്. അങ്ങനെ ഒരു കേസിൽ നരഹത്യാ കുറ്റം ചുമത്തിയത്, മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ് കോടതിയിൽ തെളിയിക്കാനായത്. അങ്ങനെ ഒരു നരഹത്യാ കുറ്റം ചുമത്തുന്നത് തന്നെ പൂർവ്വമാണ്. കേരളത്തിൽ ഇത് ആദ്യമായാണ്. അന്വേഷണ സംഘത്തിന് ഇയാളുടെ ഈ വാഹനത്തിൽ നിന്ന്, മൃതദേഹം നശിപ്പിക്കാൻ കൊണ്ടുപോയ വാഹനത്തിൽ നിന്ന് ഒരു മുടി ലഭിച്ചിരുന്നു. ഇത് ഷാബാസ് ഷെരീഫിന്റേതാണെന്ന് DNA പരിശോധനയിൽ ഒന്നാം പ്രതിയുടെ വാഹനത്തിൽ നിന്നല്ലേ? അതെ, ഒന്നാം പ്രതിയുടെ വാഹനത്തിലാണ് ഇത്. മൃതദേഹം ചെറിയ കഷ്ണങ്ങളാക്കി ചാലിയാർ പുഴയിൽ ഒഴുക്കി എന്നാണ് കേസ്. അതിനുശേഷം പ്രളയമൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് യാതൊരു തെളിവും അവശേഷിച്ചിരുന്നില്ല. പക്ഷേ 2 വർഷം കഴിഞ്ഞ് ഈ ഒരു മുടി ലഭിച്ചത് ഇത് ഷാബാസ് ഷെരീഫിന്റേതാണ് എന്ന് DNA പരിശോധനയിൽ തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഇയാളെ മൈസൂരിലെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നത് രണ്ടാം പ്രതി ഷിഹാബുദ്ദീനാണ്. ഇയാളെ ഈ ഷാബാസ് ഷെരീഫിന്റെ ഭാര്യ തിരിച്ചറിയുകയും ചെയ്തിരുന്നു. ഇതെല്ലാമാണ് ഈ കേസിൽ വളരെ നിർണായകമായത്. അതായത് ആ ലഭിച്ച നിർണായകമായ ആ ഒരു മുടിത്തുമ്പ്, അതിൽ നിന്ന് പിടിച്ചു കയറിയ ഒരു അന്വേഷണമാണ് ഈ 3 പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കുന്നതിലേക്ക് എത്തിക്കാൻ പോലീസിന് കഴിഞ്ഞതല്ലേ? തീർച്ചയായും ഈ സംഭവം നടന്ന് 2 വർഷം കഴിഞ്ഞാണ് ഒരു അന്വേഷണം തന്നെ ഇതിൽ ഉണ്ടാവുന്നത്. ഇതിലെ കൂട്ടുപ്രതികൾ നമുക്കറിയാം. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ മുൻപിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നു. ഞങ്ങൾ ദുബൈയിലും അബുദാബിയിലും അതോടൊപ്പം തന്നെ ഇങ്ങനെ മൈസൂരിലെ ഈ ഷാബാസ് ഷെരീഫിനെയും കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പ്രതികൾ തന്നെ വിളിച്ചു പറയുന്നു. ഒന്നാം പ്രതി അവരെ കൊല്ലാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് ജീവന് ഭീഷണിയുണ്ട് എന്ന് അവിടെ നിന്ന് അവർ പെട്രോൾ കുപ്പിയുമായി നിന്ന് വിളിച്ചു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. തുടർന്നാണ് ഈ അന്വേഷണം ഉണ്ടാവുന്നത്. അതേക്കുറിച്ച് പോലീസ് ഒരു അന്വേഷണം നടത്തുന്നത്. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് മൈസൂരുവിൽ നിന്ന് ഇയാളെ തട്ടിക്കൊണ്ടുവന്നതാണ് എന്ന് പോലീസിന് മനസ്സിലാവുന്നത്. 1 വർഷവും 2 മാസവും വീട്ടിൽ പ്രത്യേകമായി ഒരുക്കിയ, നമുക്ക് ഇയാളുടെ ശബ്ദമൊന്നും പുറത്തേക്ക് വരാതിരിക്കാനായി തിയേറ്ററിലൊക്കെ ഉപയോഗിക്കുന്ന മാതൃകയിലുള്ള വാതിലുകളൊക്കെ പിടിപ്പിച്ച വീട്ടിലാണ് ഇയാളെ താമസിപ്പിച്ചിരുന്നത്. ക്രൂരമായ പീഡനത്തിന് ഇരയാക്കി കൊണ്ടിരുന്നത്. ഇയാൾ മൂലക്കുരുവിന് ഒരു ഒറ്റമൂലി മരുന്ന് നൽകുന്നു. ആ മരുന്നിന്റെ രഹസ്യം അറിയാൻ വേണ്ടിയാണ് കൊണ്ടുവരുന്നത്. അത് വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിച്ച് വലിയ പണമുണ്ടാക്കുകയായിരുന്നു ഒന്നാം പ്രതി ലക്ഷ്യമിട്ടിരുന്നത്. പക്ഷേ ഇയാൾ ഈ മരുന്നിന്റെ രഹസ്യം കൈമാറാൻ തയ്യാറായില്ല. 1 വർഷവും 2 മാസവും കഴിഞ്ഞ് ഇയാൾ മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ അവിടെ തന്നെ വെച്ച് ചെറിയ കഷ്ണങ്ങളാക്കി ചാലിയാർ പുഴയിൽ കൊണ്ടുവന്ന് പല ദിവസങ്ങളിലായി ഒഴുക്കിക്കളഞ്ഞു എന്നാണ്
പോലീസ് പറയുന്നത്, ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. എന്നാൽ മരണം ഈ മനഃപൂർവ്വമുള്ള ഒരു കൊലപാതകമായി തെളിയിക്കാൻ പോലീസിന് സാധിച്ചിരുന്നില്ല, പ്രോസിക്യൂഷന് സാധിച്ചിരുന്നില്ല. ഈ ഇവർ വാദിച്ചത് അത് വളരെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം ഒരു മൃതദേഹത്തിന്റെ അവശിഷ്ടം പോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇത് ചാലിയാറിൽ ഒഴുക്കുന്നു, പിന്നീട് വലിയ പ്രളയം വരുന്നു, നമുക്കറിയാം, അതൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. ഒരു മൃതദേഹത്തിന്റെ അവശിഷ്ടം പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. എന്നിട്ടും ഒരു മുടിനാര് വെച്ചുകൊണ്ട് ഇത്രയും എങ്കിലും എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഈ കേസിന്റെ മെറിറ്റിനെ വ്യത്യസ്തമാക്കുന്നത്. തീർച്ചയായും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മികവ് തന്നെയാണ് ഇത്തരത്തിൽ ഈ കേസിൽ ഒരു നരഹത്യ കുറ്റം തന്നെ ചുമത്തപ്പെട്ടു എന്ന് നമുക്ക് പറയാനാവും. കഴിഞ്ഞ ദിവസം പ്രോസിക്യൂട്ടർ ഉൾപ്പെടെ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ ഒരു വലിയ നേട്ടം, കേരളത്തിൽ ആദ്യമായാണ് ഇങ്ങനെ ഒരു നരഹത്യ തെളിയിക്കാൻ പോലീസിന് സാധിക്കുന്നത്, അദ്ദേഹത്തിന്റെ മരണം തെളിയിക്കാൻ സാധിക്കുന്നത്. പക്ഷെ ആയുധങ്ങളൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ ഇത് മനഃപൂർവ്വമുള്ള നരഹത്യയാണ് എന്ന് പോലീസിന് തെളിയിക്കാനാവാത്ത സാഹചര്യവും പ്രോസിക്യൂഷന് തെളിയിക്കാനാവാത്ത സാഹചര്യം കോടതിയിൽ ഉണ്ടായി. പക്ഷേ ഈ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് ഇപ്പോൾ ശിക്ഷ ലഭിച്ചിരിക്കുന്നു. അതോടൊപ്പം തട്ടിക്കൊണ്ടുപോകൽ, തടങ്കലിൽ പാർപ്പിക്കൽ തുടങ്ങി, അതായത് ഇതിനെല്ലാം വ്യത്യസ്തമായിട്ട് ഈ ശിക്ഷാവിധി ഇതിലെല്ലാം വ്യത്യസ്തമായിട്ടാണല്ലേ? മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, തട്ടിക്കൊണ്ടുപോകൽ, ആ രീതിയിലെല്ലാം വ്യത്യസ്തമായിട്ടല്ലേ? വ്യത്യസ്ത ശിക്ഷകളാണ്. 3 വർഷം, 6 മാസം, 3 വർഷങ്ങൾ, അതോടൊപ്പം തന്നെ 6 മാസം, ഇങ്ങനെ വ്യത്യസ്ത ശിക്ഷാ കാലാവധിയാണ്. അത് ഒരു ശിക്ഷാ കാലാവധി കഴിഞ്ഞ് അടുത്തത് അനുഭവിക്കണം. അങ്ങനെയാണ് ഈ 11 വർഷവും തടവിൽ കഴിയേണ്ടി വരുന്നത്. മറ്റു പ്രതികൾക്കും അതുപോലെ തന്നെയാണ്. വ്യത്യസ്ത ശിക്ഷകൾ വ്യത്യസ്തമായി തന്നെ അനുഭവിക്കണം, ഒന്നിച്ച് അനുഭവിച്ചാൽ പോരാ എന്ന് കോടതി പ്രത്യേകമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്വാലി, നമ്മൾ ഈ സംസാരിച്ച പരിമിതികളെല്ലാം ഉണ്ടായിരുന്നപ്പോൾ പോലും പ്രോസിക്യൂഷൻ കോടതിയിൽ ഈ ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ടത് എന്തായിരുന്നു? തീർച്ചയായും പരമാവധി നഷ്ടപരിഹാരം ഈ കുടുംബത്തിന് ലഭ്യമാക്കാനുള്ള ഒരു ശ്രമവും പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് കോടതിയിൽ നമുക്ക് കാണാനായി. പ്രത്യേകിച്ച് ഈ പ്രോസിക്യൂഷൻ ഇന്ന് പറഞ്ഞത്, ഈ കേസിന്റെ വിധി കേൾക്കാൻ പോലും വരാൻ ബസ്സിന് പോലും കാശില്ലാത്ത കുടുംബമാണ് ഷാബാസ് ഷെരീഫിന്റേത്. അതുകൊണ്ട് പരമാവധി പിഴ തുക ആ കുടുംബത്തിന് ലഭ്യമാക്കുന്ന തരത്തിൽ ശിക്ഷ വേണമെന്നൊരാവശ്യമാണ് ഉന്നയിച്ചത്. ഇതെല്ലാം പരിഗണിച്ച് തന്നെയാണ് കോടതിയിൽ നിന്നുള്ള ഒരു വിധി ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ന് കോടതിയിൽ കാണാൻ കഴിഞ്ഞത് അഡ്വക്കേറ്റ് ആളൂർ ഉൾപ്പെടെയുള്ളവർ എത്തിയിരുന്നു. അത് 7ാം പ്രതിക്ക് വേണ്ടിയാണ്, മാപ്പുസാക്ഷിയായ 7ാം പ്രതിക്ക് വേണ്ടിയാണ് ആളൂർ ഉൾപ്പെടെയുള്ളവർ എത്തിയത്. പ്രതികളുടെ അഭിഭാഷകരെല്ലാം തന്നെ ഹൈക്കോടതിയിലേക്ക് വലിയ അഭിഭാഷകരെ കൊണ്ടുവന്നാണ് ഈ കേസിൽ തുടക്കം മുതൽ വിചാരണ സമയത്തെല്ലാം ഹാജരായിരുന്നത്. ഇതെല്ലാം പ്രോസിക്യൂഷനെ മറികടക്കാനായി, ഈ നരഹത്യാ കുറ്റം തെളിയിക്കാനായി, അവർക്ക് ശിക്ഷ ഉറപ്പാക്കാനായി അത് അന്വേഷണ സംഘത്തിന്റെ വലിയ ഒരു നേട്ടം തന്നെയാണ്. മനു, തീർച്ചയായും ആ നേട്ടം അങ്ങനെ നിൽക്കുന്നു, അതേറെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇവിടെ ഈ 10 പേരെ വെറുതെ വിട്ടൊരു സാഹചര്യം ഉണ്ടല്ലോ, നേരത്തെ സ്വാലി പറഞ്ഞതുപോലെ. അതിൽ ഒരു മറ്റു കാര്യങ്ങളിലേക്ക്, അപ്പീലടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ പ്രോസിക്യൂഷൻ ആലോചിക്കുന്നുണ്ടോ? എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? മനു, 16 പ്രതികളാണ് പോലീസിന്റെ കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 7ാം പ്രതി മാപ്പുസാക്ഷിയായി, ഒരു പ്രതിയെ, ഷമീം എന്ന പ്രതിയെ ഇതുവരെ പിടികൂടാൻ, 4ാം പ്രതിയാണ്, ഇയാളെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല. ഇയാൾ ഒളിവിൽ പോയതായിരുന്നു. മറ്റൊരു പ്രതി ഗോവയിൽ വെച്ച് മരിക്കുകയും ചെയ്തു. ഈ വിചാരണ കാലയളവിൽ മരിക്കുകയും ചെയ്തിരുന്നു. ബാക്കി 13 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ ഇയാളുടെ ഭാര്യ ഉൾപ്പെടെ, 1ാം പ്രതി ഷൈബിന്റെ ഭാര്യ ഉൾപ്പെടെ ഉള്ള പ്രതികളാണ് ഉണ്ടായിരുന്നത്. അതിൽ 10 പേരെയും കോടതി വെറുതെ വിടുകയാണ് ചെയ്തത്. കാരണം നേരിട്ട് ഈ കൊലപാതകത്തിൽ പങ്കോ അല്ലെങ്കിൽ മറ്റോ തെളിയിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഈ 10 പേരെ വെറുതെ വിട്ടത്. അതേസമയം ഇതിൽ തന്നെ പകുതി പേർ, 4 പേർ നേരത്തെ തന്നെ, 6 പേർ നേരത്തെ തന്നെ ജാമ്യത്തിൽ പുറത്ത് ഉണ്ടായിരുന്നവർ കൂടിയാണ് ഈ കോടതി വെറുതെ വിട്ടവരെല്ലാം തന്നെ. ഈ ശിക്ഷിക്കപ്പെട്ടത് 1ാം പ്രതിയും അതോടൊപ്പം 2ാം പ്രതിയും 6ാം പ്രതിയുമാണ്. 2ാം പ്രതി ഷിഹാബുദ്ദീൻ ഇയാളുടെ മാനേജറാണ്. 7ാം പ്രതി ഇയാളുടെ ഡ്രൈവർ കൂടിയാണ്. ഈ ഷൈബിൻ അഷ്റഫിന്റെ ഡ്രൈവർ കൂടിയാണ്. ഇവർ 3 പേരും ഈ തട്ടിക്കൊണ്ടുപോകുന്നതിൽ, ഈ തടങ്കലിൽ പാർപ്പിച്ചതിൽ, പീഡിപ്പിച്ചതിൽ, ഇയാളെ കൊലപാതകം നടത്തിയതിൽ, തെളിവ് നശിപ്പിച്ചതിൽ, ഈ മൃതദേഹം ചാലിയാറിൽ കൊണ്ടുപോയി ഒഴുക്കിയതിലെല്ലാം നേരിട്ട് പങ്കെടുത്ത ആളുകളാണ്. അവർക്കാണ് ഇപ്പോൾ ഈ ശിക്ഷ ലഭിച്ചിരിക്കുന്നത്. മനു.
ശരി, ഏതായാലും നാട്ടുവൈദ്യൻ ഷാബാസ് ഷെറീഫ് വധക്കേസിൽ ശിക്ഷാവിധി വന്നിരിക്കുകയാണ്. വിവരങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഒന്നാം പ്രതി ഷൈബിന് 11 വർഷവും 9 മാസവും തടവാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അതിന്റെ കൂടെ 2,10,000 രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. അടുത്ത പ്രതിയായ ഷിഹാബുദ്ദീന് 6 വർഷം 9 മാസം തടവും 15,000 രൂപ പിഴയും ശിക്ഷ. മൂന്നാം പ്രതി നിഷാദിന് 3 വർഷം 9 മാസം തടവ് 15,000 രൂപ പിഴയുമാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് മൃതദേഹമോ മൃതദേഹത്തിന്റെ അവശിഷ്ടമോ പോലും കണ്ടെടുക്കാൻ കഴിയാത്തൊരു കേസായിരുന്നു. ഒരു മുടിനാര്, ഒന്നാം പ്രതിയുടെ വാഹനത്തിൽ നിന്ന് കിട്ടിയ ഷാബാസ് ഷെറീഫിന്റെ മുടിനാരിൽ നിന്നാണ് അന്വേഷണ സംഘം ഈ കേസിൽ പിടിച്ചു കയറുന്നത്. പിന്നീടാണ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കെങ്കിലും ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ തന്നെ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ചരിത്രത്തിൽ അപൂർവമായിട്ടൊരു കേസ് കൂടിയായിട്ടാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. നേരത്തെ ആ രീതിയിലുള്ള വിലയിരുത്തലുകളൊക്കെ നമ്മൾ കണ്ടതാണ്. വിവരങ്ങളാണ് സ്വാലിഹ് നൽകിയത്.